ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ മനോഹരമായ ഒരു സ്വപ്നം. ആ സ്വപ്നം കണ്ട് ഇങ്ങനെ അതിൽ ലയിച്ച് കിടക്കുകയായിരുന്നു സദാനന്ദൻ. ഹരിയുടെയും നിത്യയുടെയും വിവാഹം. ഇതേ സമയം തൊട്ടരികിലായി ജീവൻ കിടക്കുന്നു. ജീവൻ വെറുതെ കിടക്കുകയല്ല, അവിടെ എന്തോ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. അതും ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സദാനന്ദൻ എന്തോ ഒരു സ്മെല്ല് മണക്കുന്നത് കാരണം ഉറക്കത്തിൽ നിന്നും ഉണർന്നു. അദ്ദേഹത്തിന് ആ സ്മെല്ലിങ്ങനെ മണക്കുമ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. ശ്വാസം മുട്ട്, നെഞ്ചുവേദന, അങ്ങനെ എന്തൊക്കെയോ പോലെ. പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്നും എണീക്കുമ്പോൾ തട്ടുംപുറത്ത് ഒരാളിങ്ങനെ കിടക്കുന്നതായി കാണുന്നു. ഭയത്തോടെ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയാണ്. നോക്കുമ്പോൾ അതാ അവിടെ ഒരാൾ. ജീവൻ താഴേക്ക് ചാടി. ഇതേസമയം പെട്ടെന്ന് തന്നെ നിത്യയും ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നു. ജീവൻ ഒരു ഭ്രാന്തനെ പോലെ സദാനന്ദന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ജീവൻ മുഖം മറച്ചിട്ടുണ്ട്. ആരാ എന്ന് സദാനന്ദൻ ചോദിക്കുന്നു. തൊട്ടരികിലായി തന്നെ ജീവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാ എന്ന് ചോദിച്ചപാടെ ജീവൻ മുഖം മൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വല്ലാത്ത ചിരിയും. ഇതേസമയം നിത്യ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ജഗ്ഗിൽ വെള്ളമില്ല. ആ സമയത്ത് തന്നെ സദാനന്ദന്റെ അരികിലിരിക്കുന്ന ജീവൻ വല്ലാത്ത ചിരി. പേടിച്ചു പോയിരിക്കുകയാണ് അദ്ദേഹം. പേടിച്ചു പോയ അച്ഛാ, ഇത് ഞാനല്ലേ, പേടിക്കേണ്ട, അച്ഛൻ അവിടെ ഇരിക്കേ എന്നൊക്കെ ജീവൻ സദാനന്ദനോട് പറയുന്നു. നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ജീവൻ സദാനന്ദൻ്റെ അരികിലായിട്ടിരിക്കുന്നുണ്ട്. അച്ഛാ, എനിക്ക് കുട്ടിക്കാലം മുതലൊരു ശീലമുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് നുള്ളി നോവിച്ചാൽ പോലും ഞാൻ അവരെ വെറുതെ വിടില്ല. അപ്പം പിന്നെ തന്നെ ഞാൻ വെച്ചേക്കോ എന്നിങ്ങനെ ചോദിക്കുന്നു. പേടിച്ചിരിക്കുകയാണ് അദ്ദേഹം. തൻ്റെ മക്കളെ വേദനിപ്പിച്ചാൽ താൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? ഞാൻ അവളെ ഇനിയും വേദനിപ്പിക്കും. ഒരു നിമിഷം പോലും ഞാൻ അവൾക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കില്ല. ഇതുവരെ അവൾ ഈ വീട്ടിൽ അനുഭവിച്ചത് എന്താണെന്നറിഞ്ഞാൽ താൻ ചങ്കുപൊട്ടി മരിച്ചു പോകും. ഞാനൊരു കഥ പറയട്ടെ അച്ഛാ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. അങ്ങനെ ആ ഒരു പഴയ സംഭവത്തെ പറ്റിയാണ് ഇപ്പോൾ ജീവൻ പറയുന്നത്. അവർ തമ്മിൽ വല്ലാത്ത പ്രണയമായിരുന്നു. അവൾ ചതച്ചത് കാരണം മനം തൊന്ന് ഈ വീട്ടിനകത്ത് തൂങ്ങി നിന്ന എൻ്റെ അമ്മാവൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ സ്ത്രീ മാത്രമാണ് അങ്ങനെയെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്നത് ആരാണ്? തൻ്റെ മോള്. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വന്നതാണ് അവള്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, കുറ്റാകൂരി ഇരുട്ടിലേക്കാണ് അവളെന്നെ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. മോളെ, നീ അവളെ ഉപദ്രവിക്കുന്നത് മതി എന്ന് കരഞ്ഞുകൊണ്ട് സദാനന്ദൻ പറയുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു ജീവൻ, ഇല്ല അച്ഛാ, ഞാൻ അവളെ ഉപദ്രവിക്കുമോ? ഞാൻ അവളെ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ച് ഞാൻ അവളെ അങ്ങ് കൊല്ലും. അതെ, ഞാനിപ്പോൾ അച്ഛനെ സ്നേഹിക്കാൻ പോകുന്നത് പോലെ. ജീവന് എല്ലാവരോടും സ്നേഹം അച്ഛാ. അച്ഛൻ കിടന്നോ, സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സദാനന്ദനെ അവനെ കിടക്കാൻ പറയുകയാണ്. പേടിച്ച് സദാനന്ദൻ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഫോൺ അല്പം മാറ്റി വയ്ക്കുകയാണ് ജീവൻ. അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥത, ഒരു നെഞ്ചുവേദനയൊക്കെ പോലെ. മോളെ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കിടക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് വെള്ളമെടുക്കാൻ നിത്യമുറിയിലേക്കും വരുന്നു. എന്ത് പറ്റിയച്ചാ? നാളെ രാവിലെ വെള്ള തുണിയിൽ പുതച്ചു വെച്ചിരിക്കുന്ന തൻ്റെ ശരീരം കണ്ട് കരഞ്ഞിരിക്കുന്ന തൻ്റെ മോളുണ്ടല്ലോ, അവളെയും ഞാൻ കൊല്ലും എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട്. അച്ഛൻ ഉറങ്ങിക്കോ, കണ്ണടച്ചുറങ്ങിക്കോ. ഇതേ സമയം നിത്യ വെള്ളം എടുത്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ഒരു സംശയം തോന്നിയ നിത്യ അച്ഛൻ്റെ മുറിക്കരികിലേക്ക് വരുന്നു. ഡോറ് തുറക്കാൻ തുടങ്ങിയതായിരുന്നു. അച്ഛൻ ഉറങ്ങിക്കാണും, വിളിക്കേണ്ട എന്ന് വിചാരിച്ച് നിത്യ തിരിച്ചു പോകുന്നു. ഇതേ സമയം സദാനന്ദൻ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണക്കാരൻ ജീവൻ തന്നെ. പൊട്ടിച്ചിരിക്കുകയാണ് ജീവൻ. അച്ഛൻ്റെ നെഞ്ചത്തേക്ക് കിടന്ന് ഇങ്ങനെ ഒരു സൈക്കോ സ്വഭാവത്തിൽ പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ജീവൻ അവിടെ നിന്നും എണീറ്റ് പോയി. ശേഷം കാണിക്കുന്നത് രാവിലെ സുജാത കിച്ചണിലേക്ക് വന്നിരിക്കുന്നു. സുജാത ചായ ഇടുകയായിരുന്നു. നിത്യയും അവിടേക്ക് വന്നു. നീ എന്തിനാ മോളെ നേരത്തെ എഴുന്നേറ്റത്? കുറച്ചുകൂടി ഉറങ്ങാറുന്നില്ലേ എന്ന് സുജാത. സാരമില്ല, അല്ല അച്ഛൻ ഇറങ്ങിയില്ലേ? സാധാരണ ഈ നേരത്തെ അച്ഛൻ എണീക്കുന്നതാണല്ലോ എന്നൊക്കെ നിത്യ പറയുന്നു. കണ്ടില്ല, ചിലപ്പോൾ ഇന്നലത്തെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് സുജാത. അച്ഛൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അറിയില്ല. കുറേ നേരം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് സങ്കടം പറഞ്ഞു. പാവം, വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ട് എന്നൊക്കെ നിത്യ വിഷമത്തോടെ പറയുന്നു. അച്ഛൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ മരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കൂ. അത് കേൾക്കുമ്പോൾ ഉള്ളിന് ഒരു പിടച്ചിലാണ് എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, മനസ്സ് പതറിപ്പോയാൽ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ആരുടെ സ്ഥിതിയിലാണ് വ്യത്യാസമുള്ളത്? പഴയതുപോലെ നിന്നെ ആശ്വസിപ്പിക്കാനുള്ള കരുത്ത് ഇപ്പോൾ ഈ അമ്മയ്ക്ക് കിട്ടുന്നില്ല കുട്ടി. എൻ്റെ മനസ്സിന് ബലം കുറഞ്ഞു തുടങ്ങി. സുജാത ചായ കപ്പിലേക്ക് പകർത്തി ഒഴിച്ചു.
ഇത് കൊണ്ടുപോയി അച്ഛനെ വിളിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് സുജാത ആ കപ്പ് ചായ നിത്യയെ ഏൽപ്പിച്ചു. നിത്യ ഇപ്പോൾ അച്ഛൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് സുജാത ഒന്നുകൂടി വിളിച്ചിട്ട് പറയുന്നു, ഇനി മുതൽ മോള് ഏതു നേരവും അച്ഛൻ്റെ അടുത്തുണ്ടാകണം. അച്ഛന് സങ്കടം പറയാൻ ഒരു അവസരവും കൊടുക്കരുതെന്നും പറയുന്നു. ഞാൻ ശ്രമിക്കാം അമ്മേ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അച്ഛനെ വിളിച്ചോ, ഇവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിക്കാം. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നിത്യ പോവുകയാണ്. അദ്ദേഹം കിടക്കുകയായിരുന്നു. അച്ഛാ എന്തുറക്കോ ഇത്, എഴുന്നേക്കുന്നില്ലേ, സമയം ഒരുപാടായി. അച്ഛാ എഴുന്നേക്കേ എനിക്ക് നിത്യ സദാനന്ദനോട് പറയുന്നു. എന്നാൽ അദ്ദേഹം കണ്ണു തുറക്കുന്നില്ല, ഒരേ കിടപ്പാണ്. അച്ഛാ എന്ന് പറഞ്ഞ് ഒരു പേടിയോടെ തന്നെ അച്ഛനെ വിളിക്കുകയാണ് നിത്യ. കുറേ തവണ നിത്യ അച്ഛനെ വിളിച്ചിട്ട് എണീക്കാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു പേടിയോടെയൊക്കെ അച്ഛനെ വിളിക്കുകയാണ് നിത്യ. ഒരു ബഹളമാണിപ്പോൾ നിത്യയുടെ അടുത്ത് നിന്ന് കേൾക്കുന്നത്. സുജാത അവിടേക്ക് വന്നു. ജീവന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന നിത്യയാണ് സുജാത കാണുന്നത്. അമ്മേ അച്ഛൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നില്ല. അമ്മ ഒന്ന് നോക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിത്യ. സദാനന്ദേട്ട കണ്ണു തുറക്ക് എന്നൊക്കെ പറഞ്ഞ് സുജാതയും സദാനന്ദനെ വിളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വിളിച്ചിട്ടാണെങ്കിൽ കേൾക്കുന്നില്ല. അച്ഛൻ എന്താ അമ്മ എണീക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിത്യ. സുജാതയാണെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസമുണ്ടോ എന്ന് നോക്കിയിട്ട് കയ്യിലെ പൾസ് നോക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം മരിച്ചു എന്ന് സുജാതയ്ക്ക് ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ ആകെ ഷോക്കിലാണ് സുജാതയും. നിത്യ അലറി കരയുകയാണ്. എന്താ അമ്മ എൻ്റെ അച്ഛൻ എഴുന്നേക്കാത്തത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് നിത്യ. ശരവണനും ജ്യോതിയും അവിടേക്ക് ഓടി വന്നു. അവർക്കൊക്കെ ഇതൊരു ഷോക്കായിരുന്നു ഈ ഒരു കാഴ്ച. ഇപ്പോൾ ജീവൻ അവിടേക്ക് വരുന്നു. ജീവൻ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം ശരവണന് നന്നായിട്ട് തന്നെ അറിയാം. ആ ഒരു നോട്ടത്തിൽ അത് വ്യക്തമാണ്. ഒരു കൂസലമില്ലാതെയാണ് ജീവൻ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ജീവനെ സുജാത കാണുന്നത്. എന്താടാ നീ ചെയ്തത്, സത്യം പറ, ഈ സദാനന്ദനെ നീ എന്താടാ ചെയ്തത് എന്നെ സുജാത ജീവനോട് പറയുമ്പോൾ ജീവൻ അച്ഛൻ്റെ അരികിലേക്ക് വന്നിട്ട് അച്ഛ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തൊട്ടു നോക്കുന്നു. കരഞ്ഞുകൊണ്ട് ജീവനെ നോക്കുകയാണ് നിത്യ. എനിക്കൊന്നും അറിയില്ലമ്മേ എന്നെ ജീവൻ സുജാതയോട് പറഞ്ഞു. എന്നാൽ സുജാത ജീവനോട് പറയുന്നു, നീയാണ് എല്ലാത്തിനും കാരണം. നിന്നെ ഓർത്തുള്ള സങ്കടം കൊണ്ടാണ്, നിന്നെ പേടിച്ചിട്ടാണ് ഈ മനുഷ്യൻ എന്നൊക്കെ സുജാത പറയുന്നു. ജീവന്റെ ഓരോ ഭാവങ്ങളും ശരവണൻ കാണുന്നുണ്ട്. ശരവണൻ ഉറപ്പായിട്ടും ജീവൻ തന്നെയാണ് ഇത് ചെയ്തത് എന്നറിയാം. ദേഷ്യത്തോടെ ശരവണൻ ഇപ്പോൾ ജീവനെ നോക്കുന്നു. നിത്യ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് സുജാതയ്ക്ക് അറിയില്ല. തൊട്ടരികിൽ ജ്യോതിയുമുണ്ട്. രണ്ടുപേരും കൂടി നിത്യയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അലറിക്കരയുകയാണ് നിത്യ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.